കെ.പി.സി.സി അധ്യക്ഷനായ കെ സുധാകരനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനും തമ്മിൽ കൊമ്പുകോർക്കലാണ് എന്ന രീതിയിൽ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചിത്രീകരണം നടത്തുന്നുണ്ട്. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറിയായി ചിത്രീകരിക്കാൻ വലിയ തോതിലുള്ള ഒരു ശ്രമം ഇടതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ കോൺഗ്രസ് നേതൃത്വം നടത്തിയിരിക്കുന്നത്. അതായത് AICC ഇതിനോടകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ചുമതല ഇവിടെയുള്ള ദീപാദാസ് മുൻഷിക്കാണ്. അവർ കൃത്യമായും പക്വതയാർന്ന നിലപാടുകൾ പല തോതിലും പല തരത്തിലും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അവഗണിക്കാൻ കഴിയുന്നതല്ല. 2025 കൃത്യമായ ഒരു പ്ലാൻ കോൺഗ്രസ്സിന് ഉണ്ട് എന്നുള്ളതാണ്. മിഷൻ 2025 എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് മിന്നുന്ന വിജയം നേടിയെടുക്കുക, UDF ഒറ്റക്കെട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, എല്ലാ തലത്തിലും പഞ്ചായത്ത് തലത്തിൽ വാർഡ് തലത്തിൽ വരെ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ശ്രമം എന്ന് പറയുന്നത്. ശ്രമകരമായിട്ടുള്ള ആ കാര്യം വിജയിച്ചെടുത്താൽ, ആ കടമ്പ കഴിഞ്ഞാൽ തീർച്ചയായും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ശക്തി തന്നെയായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ വിജയമായിരുന്നു. 20ൽ 19 സീറ്റും നേടിയെടുക്കാൻ കഴിഞ്ഞു. അത് നിലനിർത്താൻ പിന്നീട് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ കഴിയാതെ പോയതിൻ്റെ എല്ലാ രീതിയിലുള്ള തിക്താനുഭവവും കൃത്യമായി കോൺഗ്രസ്സിന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. അതിൽ നിന്നും മുക്തി നേടണമെങ്കിൽ കൃത്യമായും സതീശൻ പറഞ്ഞ ഒരു കാര്യം അവിടെ വളരെ എഫക്റ്റീവാണ്. കെ സുധാകരനും ആ കാര്യത്തിൽ ഒരു രീതിയിലും തർക്കമില്ല. ഹാങ് ഓവർ മതിയാക്കി കോൺഗ്രസ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ലോക്സഭയുടെ ഇലക്ഷൻ പാറ്റേൺ വേറെയാണ്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ ഈ കാര്യത്തിൽ കർശനമായി പറഞ്ഞിട്ടുള്ളത്. KPCC അധ്യക്ഷൻ പാർട്ടിയുടെ ചുമതലയാണ്. പാർട്ടിയുടെ കാര്യങ്ങളിൽ അതിനകത്ത് മറ്റാരും ഇൻ്റർഫെയർ ചെയ്യാൻ പാടില്ല. നിയമസഭയുടെ കാര്യം വരുമ്പോൾ സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ എല്ലാ തരത്തിലും തീരുമാനിക്കുന്നത് വി.ഡി. സതീശൻ തന്നെയായിരിക്കും. അത്തരത്തിൽ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല എന്ന തരത്തിലേക്ക് കൃത്യമായ പ്രഖ്യാപനം കൂടി വരുമ്പോൾ സ്വാഭാവികമായും അവിടെ പ്രശ്നങ്ങൾ ഒഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രമേശ് ചെന്നിത്തലയും ഈ കാര്യത്തിൽ നിലപാട് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. പാർട്ടിയാണ് വലുത്. പാർട്ടിയെ ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി അധികാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശ്രമം. 2 തവണയായി അധികാരത്തിന് പുറത്തിരിക്കുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെ വലിയ രീതിയിൽ ബഹുജന പ്രക്ഷോഭം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ്. KC വേണുഗോപാൽ അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, ആ വിധി വന്നതിന് ശേഷം ഉടൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. CPIയിൽ ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ട്. അത് കൃത്യമായും കോൺഗ്രസ് വീക്ഷിക്കുകയാണ്. UDF കൂടുതൽ കക്ഷികളെ സ്വാഗതം ചെയ്യുന്ന രീതിയാണ്. കേരള കോൺഗ്രസ് മൊത്തത്തിൽ കൂടെ വരാൻ ശ്രമമില്ലെങ്കിൽ അവിടെയും തിരുത്തലുകൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതായത് കേരള കോൺഗ്രസ് പ്രമുഖരായ നേതാക്കൾ പാർട്ടി വിട്ട് വീണ്ടും UDF ചേക്കേറാൻ വേണ്ടിയുള്ള ശ്രമം, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികാരത്തിലേക്ക് മധ്യ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ അധികാരത്തിലേക്ക് കൂടുതൽ സഖ്യകക്ഷികളെയും ബലപ്പെടുത്താൻ ഇത് സഹായകമാകും എന്ന് കോൺഗ്രസ്സിന് കൃത്യമായി അറിയാം.